ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2024 മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും 6ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. ഗാഷ് പർവ്വതത്തിനു വടക്കുള്ള മലനാട് ഏത്? എ. എഫ്രായിം, ബി. ബഥേൽ, സി. റാമ, ഡി. ലബനോൻ. ഉത്തരം എ. എഫ്രായിം. ചോദ്യം 2. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. യൂദ യുദ്ധം ചെയ്തപ്പോൾ ദൈവം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ആരെയെല്ലാം? എ. ഫിലിസ്ത്യരെയും കാനാന്യരെയും, ബി. മിദ്യാൻകാരെയും പെരിസ്യരെയും, സി. മൊവാബ്യരെയും ജബൂസ്യരെയും, ഡി. കാനാന്യരെയും പെരിസ്യരെയും. ഉത്തരം ഡി. കാനാന്യരെയും പെരിസ്യരെയും. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നിന്ന് ജോഷുവയുടെ മരണത്തിന് ശേഷം ആരുടെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളെ ബാഹ്യശക്തികളിൽ നിന്ന് രക്ഷിക്കാൻ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ? എ. തോലയുടെ, ബി. ദാവീദിൻ്റെ, സി. സാവൂളിൻ്റെ, ഡി. ജഫ്തായുടെ. ഉത്തരം സി. സാവൂളിൻ്റെ. ചോദ്യം 4. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. മെസോപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിൻ്റെ കൈകളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ കർത്താവ് വിമോചകനായി നിയമിച്ചത് ആരെ? എ. മനാസയുടെ പുത്രൻ മാക്കീറിനെ, ബി. കെനാസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ, സി. എലയാസറിൻ്റെ പുത്രൻ ഫിനെഹാസിനെ, ഡി. കാലെബിൻ്റെ സഹോദരൻ കെനാസിനെ. ഉത്തരം ബി. കെനാസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. കാനാൻ രാജാവായ യാബീൻ്റെ സേനാപതിയായ സിസേറ വസിച്ചിരുന്നത് എവിടെ? എ. ഹമാത്തിൽ, ബി. തിമ്നത്ത് ഹെറേസിൽ, സി. ഹറോഷത്ത് ഹഗോയിമിൽ, ഡി. ഹസോറിൽ. ഉത്തരം സി. ഹറോഷത്ത് ഹഗോയിമിൽ. ചോദ്യം 6. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. അനാത്തിൻ്റെ മകൻ ഷംഗാറിൻ്റെ കാലത്തും ജായേലിൻ്റെ കാലത്തും നിലച്ചത് എന്ത്? എ. തേക്കുപാട്ട്, ബി. ഉത്സവങ്ങൾ, സി. സഞ്ചാരികളുടെ പോക്ക്, ഡി. യാത്രകൾ. ഉത്തരം സി. സഞ്ചാരികളുടെ പോക്ക്. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. ആര് നിമിത്തമാണ് ഇസ്രായേൽ വളരെ ശോഷിച്ചത്? എ. പൗരസ്ത്യർ, ബി. മിദ്യാൻകാർ, സി. അമോര്യർ, ഡി. ജബൂസ്യർ. ഉത്തരം ബി. മിദ്യാൻകാർ. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 3-ാം വാക്യം. ഭയന്ന് വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം എന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് ഗിദെയോൻ ജനത്തെ പരിശോധിച്ചപ്പോൾ തിരിച്ചു പോയത് എത്ര പേർ? എ. 10,000, ബി. 22,000, സി. 12,000, ഡി. 300. ഉത്തരം ബി. 22,000. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം. സുക്കോത്തിൽ നിന്ന് എവിടേക്കാണ് ഗിദെയോൻ പോയത്? എ. തബാത്തിലേക്ക്, ബി. ഹാരോദിലേക്ക്, സി. പെനുവേലിലേക്ക്, ഡി. ബത്ത്ബാറയിലേക്ക്. ഉത്തരം സി. പെനുവേലിലേക്ക്. ചോദ്യം 10. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം. അബിമേലെക്ക് എവിടെ എത്തിയാണ് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും സംസാരിച്ചത്? എ. ഓഫ്രായിൽ, ബി. ഷെക്കെമിൽ, സി. ഗിൽഗാലിൽ, ഡി. കേദേശിൽ. ഉത്തരം ബി. ഷെക്കെമിൽ. ചോദ്യം 11.
ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. അബിമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര്? എ. തോല, ബി. പൂവ, സി. ദോദോ, ഡി. ഒത്നിയേൽ. ഉത്തരം എ. തോല. ചോദ്യം 12. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 1-ാം വാക്യം. അവിവേകിയുടെ പ്രതീക്ഷകൾ എന്താണ്? എ. ഇടർച്ചയും വീഴ്ചയും, ബി. സ്വപ്നവും പ്രതീക്ഷയും, സി. വ്യർത്ഥവും നിരർത്ഥകവും, ഡി. വിഡ്ഢിത്തവും ഭോഷത്വവും. ഉത്തരം സി. വ്യർത്ഥവും നിരർത്ഥകവും. ചോദ്യം 13. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 4-ാം വാക്യം. എപ്രകാരം കർത്താവിനെ സമീപിക്കരുത്? എ. കൈക്കൂലിയോടെ, ബി. വെറും കൈയോടെ, സി. പാപത്തോടെ, ഡി. ദൈവഭക്തിയില്ലാതെ. ഉത്തരം ബി. വെറും കൈയോടെ. ചോദ്യം 14. പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായം 3-ാം വാക്യം. ആരാണ് കർത്താവിൻ്റെ ശക്തി ദർശിക്കേണ്ടത്? എ. അന്യജനതകൾ, ബി. നീതിമാൻ, സി. ദൈവഭക്തൻ, ഡി. സർവ്വജനതകളും. ഉത്തരം എ. അന്യജനതകൾ. ചോദ്യം 15. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 8-ാം വാക്യം. ആരെയാണ് സൂക്ഷിക്കേണ്ടത്? എ. നാമമാത്ര സ്നേഹിതനെ, ബി. അയൽക്കാരെ, സി. ഉപദേശകനെ, ഡി. അസൂയാലുവിനെ. ഉത്തരം സി. ഉപദേശകനെ. ചോദ്യം 16. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 1-ാം വാക്യം. ആരാണ് വൈദ്യനെ നിയോഗിച്ചത്? എ. രാജാവ്, ബി. കർത്താവ്, സി. ദൈവം, ഡി. രോഗി. ഉത്തരം ബി. കർത്താവ്. ചോദ്യം 17. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 3-ാം വാക്യം. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്താണ് സ്വായത്തമാക്കുക? എ. ഉപമകളുടെ നിഗൂഢതകൾ, ബി. പൗരാണിക ജ്ഞാനം, സി. സ്വപ്നവ്യാഖ്യാനം, ഡി. പ്രപഞ്ച രഹസ്യങ്ങൾ. ഉത്തരം എ. ഉപമകളുടെ നിഗൂഢതകൾ. ചോദ്യം 18. പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 3-ാം വാക്യം. ആരാണ് പൊടിയിലും ചാരത്തിലും കഴിയുന്നത്? എ. ദരിദ്രൻ, ബി. പാപി, സി. അനാഥൻ, ഡി. എളിയവൻ. ഉത്തരം ഡി. എളിയവൻ. ചോദ്യം 19. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം അനുസരിച്ച് യാത്രയ്ക്ക് എടുക്കരുത് എന്ന് യേശു പറഞ്ഞതിൽ പെടാത്തത് ഏത്? എ. അപ്പം, ബി. ഉടുപ്പ്, സി. സഞ്ചി, ഡി. വടി. ഉത്തരം ബി. ഉടുപ്പ്. ചോദ്യം 20. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആര് ചുരുക്കം എന്നാണ് കർത്താവ് തിരഞ്ഞെടുത്ത 72 പേരോടുമായി പറഞ്ഞത്? എ. വേലക്കാർ, ബി. കൊയ്ത്തുകാർ, സി. ശിഷ്യന്മാർ, ഡി. ദാസന്മാർ. ഉത്തരം എ. വേലക്കാർ. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 21. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം അനുസരിച്ച് കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എവിടെ? എ. മലയിൽ, ബി. സിനഗോഗിൽ, സി. ശിഷ്യന്മാരോടൊപ്പം, ഡി. ഒരിടത്ത്. ഉത്തരം ഡി. ഒരിടത്ത്. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 3-ാം വാക്യം. എന്താണ് വെളിച്ചത്ത് കേൾക്കപ്പെടുക? എ. സ്വകാര്യമായി സംസാരിച്ചത്, ബി. ഇരുട്ടത്ത് സംസാരിച്ചത്, സി. ചെവിയിൽ പറഞ്ഞത്, ഡി. ദൂതന്മാരോട് പറഞ്ഞത്. ഉത്തരം ബി. ഇരുട്ടത്ത് സംസാരിച്ചത്. ചോദ്യം 23. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 11-ാം വാക്യം പൂരിപ്പിക്കുക.
18 വർഷമായി ഒരു ഡാഷ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. എ. രോഗം, ബി. ദുരാത്മാവ്, സി. പിശാച്, ഡി. ആത്മാവ്. ഉത്തരം ഡി. ആത്മാവ്. ചോദ്യം 24. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാക്യം അനുസരിച്ച് ആരെയാണ് യേശു അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചത്? എ. കൂനുള്ള സ്ത്രീയെ, ബി. മഹോദര രോഗിയെ, സി. പിശാച് ബാധിതനെ, ഡി. ജായിറോസിൻ്റെ മകളെ. ഉത്തരം ബി. മഹോദര രോഗിയെ. ചോദ്യം 25. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം അനുസരിച്ച് സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക എന്ന് ആരോട് പറഞ്ഞു? എ. ധൂർത്തപുത്രൻ പിതാവിനോട്, ബി. ഇളയപുത്രൻ ജ്യേഷ്ഠനോട്, സി. ഇളയവൻ പിതാവിനോട്, ഡി. പുത്രൻ പിതാവിനോട്. ഉത്തരം സി. ഇളയവൻ പിതാവിനോട്. ചോദ്യം 26. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം. യജമാനനിൽ നിന്ന് കടം വാങ്ങിയവരിൽ മറ്റൊരുവൻ കൊടുക്കാനുണ്ടായിരുന്നത് എന്ത്? എ. 100 ബത്ത് എണ്ണ, ബി. 80 കോർ ഗോതമ്പ്, സി. 50 ബത്ത് എണ്ണ, ഡി. 100 കോർ ഗോതമ്പ്. ഉത്തരം ഡി. 100 കോർ ഗോതമ്പ്. ചോദ്യം 27. 2 കോരിന്തോസ് 7-ാം അധ്യായം 6-ാം വാക്യം. ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്നത് ആര്? എ. തീത്തോസ്, ബി. കർത്താവ്, സി. ദൈവം, ഡി. യേശുക്രിസ്തു. ഉത്തരം സി. ദൈവം. ചോദ്യം 28. 2 കോരിന്തോസ് 8-ാം അധ്യായം 5-ാം വാക്യം. എന്ത് അനുസരിച്ചാണ് മക്കെദോനിയക്കാർ അവരെ അപ്പസ്തോലന്മാർക്ക് സമർപ്പിച്ചത്? എ. ദൈവവചനം, ബി. ദൈവകൃപ, സി. ദൈവഹിതം, ഡി. സുവിശേഷം. ഉത്തരം സി. ദൈവഹിതം. ചോദ്യം 29. 2 കോരിന്തോസ് 9-ാം അധ്യായം 7-ാം വാക്യം. സന്തോഷപൂർവ്വം നൽകുന്നവനെ ദൈവം എന്തു ചെയ്യുന്നു? എ. അനുഗ്രഹിക്കുന്നു, ബി. കൃപ ചൊരിയുന്നു, സി. സമൃദ്ധി നൽകുന്നു, ഡി. സ്നേഹിക്കുന്നു. ഉത്തരം ഡി. സ്നേഹിക്കുന്നു. ചോദ്യം 30. 2 കോരിന്തോസ് 10-ാം അധ്യായം 3-ാം വാക്യം. എന്തിലാണ് അപ്പസ്തോലന്മാർ ജീവിക്കുന്നത്? എ. വിശ്വാസത്തിൽ, ബി. ജഡത്തിൽ, സി. യേശുക്രിസ്തുവിൽ, ഡി. വചനത്തിൽ. ഉത്തരം ബി. ജഡത്തിൽ. ചോദ്യം 31. 2 കോരിന്തോസ് 11-ാം അധ്യായം 3-ാം വാക്യം. കോറിന്തോസുകാരുടെ എന്ത് ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്നാണ് ശ്ലീഹ ഭയപ്പെടുന്നത്? എ. വിശ്വാസം, ബി. ചിന്തകൾ, സി. ബുദ്ധി, ഡി. മനസ്സ്. ഉത്തരം ബി. ചിന്തകൾ. ചോദ്യം 32. 2 കോരിന്തോസ് 12-ാം അധ്യായം 6-ാം വാക്യം. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ശ്ലീഹ ഒരു ഭോഷനാവുകയില്ല. എന്തുകൊണ്ട്? എ. സത്യം സംസാരിക്കുന്നതുകൊണ്ട്, ബി. കണ്ടത് സംസാരിക്കുന്നതുകൊണ്ട്, സി. കേട്ടത് സംസാരിക്കുന്നതുകൊണ്ട്, ഡി. സ്വന്തം വിശ്വാസം സംസാരിക്കുന്നതുകൊണ്ട്. ഉത്തരം എ. സത്യം സംസാരിക്കുന്നതുകൊണ്ട്. ചോദ്യം 33. 2 കോരിന്തോസ് 13-ാം അധ്യായം 3-ാം വാക്യത്തിൽ കോറിന്തോസുകാരോട് ഇടപെടുന്നതിൽ ക്രിസ്തു എന്തല്ല എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. സൗമ്യൻ, ബി. വിനീതൻ, സി. ശാന്തൻ, ഡി. ദുർബലൻ. ഉത്തരം ഡി. ദുർബലൻ. വീഡിയോകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.